1/a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -1/π ഇതാ 1/1 പ്ലസ് ഒമേഗ 1/1 പ്ലസ് ഒമേഗ ദെൻ 1/1 പ്ലസ് ഒമേഗ സൈൻ ഓഫ് 1 പ്ലസ് ഒമേഗ ഇൻറ്റു എക്സ് ശരിയല്ലേ 1/a സൈൻ എക്സ് മൈനസ് എഗെയിൻ ഇൻ്റഗ്രൽ കോസ് എക്സ് എന്താണ് സൈൻ എക്സ് ആണ് മൈനസ് ഇല്ല കേട്ടോ അതായത് റിസൾട്ടിൽ മൈനസ് ഇല്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ 1/1 മൈനസ് ഒമേഗ ഇൻറ്റു സൈൻ ഓഫ് 1 മൈനസ് ഒമേഗ എക്സ് ഫ്രം ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു 0 to π ഇൻ്റഗ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ ലിമിറ്റ് അവിടെ കൊടുക്കുക ഇനി നമ്മൾ കഴിഞ്ഞ ചെയ്ത പോലെ തന്നെ ആദ്യം അപ്പർ ലിമിറ്റ് എക്സിൽ പിന്നീട് ലോവർ ലിമിറ്റ് അപ്പോൾ അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 1/1 പ്ലസ് ഒമേഗ സൈൻ ഓഫ് 1 പ്ലസ് ഒമേഗ ഇൻറ്റു പൈ മൈനസ് 1/1 മൈനസ് ഒമേഗ സൈൻ ഓഫ് 1 മൈനസ് ഒമേഗ ഇൻറ്റു പൈ ഇനി ലോവർ ലിമിറ്റ് ഉണ്ട് അല്ലേ ലോവർ ലിമിറ്റ് ഭാഗ്യത്തിന് 0 കഴിഞ്ഞത് 0 തന്നെ ആയിരുന്നു പക്ഷേ അവിടെ കോസ് ആയതുകൊണ്ട് കോസ് 0 1 ആണ് അതുകൊണ്ട് നമുക്ക് നിർബന്ധമായിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടിയിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല കാരണം എന്താ സൈൻ 0 വരും രണ്ട് ഭാഗത്തും സൈൻ 0 ആയതുകൊണ്ട് അതവിടെ വേണ്ടാത്ത അല്ലേ അവിടെ യാതൊരു കാര്യം വരുന്നില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ലോവർ ലിമിറ്റിൻ്റെ ആവശ്യം വരുന്നില്ല യു ക്യാൻ സ്റ്റോപ്പ് ഹിയർ നമ്മളെ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ ഇത്രേ കൊടുക്കാനുള്ളൂ ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ അപ്പോൾ ഞാൻ ആ പാർട്ട് ചെയ്യുന്നില്ല ബിക്കോസ് അവിടെ 0 ആണ് വരുന്നത് അത് ചെയ്യണ്ട ഓക്കെ അല്ലേ ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം ദാറ്റ് ഈസ് ഈക്വൽ ടു -1/π ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന ബെറ്റർ കാരണം ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ മാത്രമല്ല നിങ്ങൾക്ക് സോ 1/1 പ്ലസ് ഒമേഗ സൈൻ ഓഫ് പൈ കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ പൈ പ്ലസ് ഒമേഗ പൈ അല്ലേ മൈനസ് 1/1 മൈനസ് ഒമേഗ ഇതേപോലെ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സൈൻ ഓഫ് പൈ മൈനസ് ഒമേഗ പൈ കറക്റ്റ് യെസ് ദാറ്റ് ഈക്വൽസ് -1/π നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെരി സിമ്പിൾ പൈ 180 ഡിഗ്രിയാണ് അറിയാലോ അപ്പോൾ ഇത് 180 പ്ലസ് തീറ്റ എന്ന പാറ്റേൺ ആണ് ഇത് 180 മൈനസ് തീറ്റ എന്ന പാറ്റേൺ ആണ് കഴിഞ്ഞ കാലത്ത് പറഞ്ഞ പോലെ തന്നെ ഇത് തേർഡ് ക്വാഡ്രൻറ്റ് ഇത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ് അല്ലേ മാത്രമല്ല 180 ആണ് ക്വാഡ്രൻ്റൽ ആംഗിൾ വരുന്നത് എന്നതിനാൽ സൈനിൻ്റെ ആൻസർ സൈന് പറഞ്ഞാൽ മതി നേരത്തെ നമ്മൾ കോസിലാണ് പറഞ്ഞത് ഇത് സൈന് പറയാം അപ്പോൾ ആദ്യം നിങ്ങൾ ക്വാഡ്രൻറ്റ് കൺഫേം ചെയ്യാം പൈ പ്ലസ് തീറ്റ 180 പ്ലസ് തീറ്റ തേർഡ് ക്വാഡ്രൻ്റ് ആണ് തേർഡ് ക്വാഡ്രൻറ്റിൽ സൈൻ എന്താണ് നെഗറ്റീവ് ആണ് അതുകൊണ്ട് മൈനസ് ആൻസറിൽ വരും മാത്രമല്ല 180 ആയതുകൊണ്ട് ഔട്ട്പുട്ട് സൈന് തന്നെ പറഞ്ഞാൽ മതി അപ്പോൾ സൈൻ 180 പ്ലസ് തീറ്റ മൈനസ് സൈൻ തീറ്റൻ്റെ സ്ഥാനത്ത് ആരാണ് ഒമേഗ പൈ മൈനസ് 1/1 മൈനസ് ഒമേഗ ഇതോ സൈൻ 180 മൈനസ് തീറ്റ അപ്പോൾ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രൻ്റാണ് സെക്കൻഡ് ക്വാഡ്രൻ്റാണ് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ എന്താണ് പോസിറ്റീവാണ് ASTC ആലോചിച്ചാൽ മതി അപ്പോൾ പോസിറ്റീവ് ആയതിനാൽ അവിടെ പോസിറ്റീവ് പ്ലസ് നടണ്ട പ്ലസ് ആണ് മൈനസ് വരുന്നത് നമ്മൾ മൈനസ് കാണിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ മാത്രമല്ല 180 ആയതുകൊണ്ട് വീണ്ടും ആൻസർ എന്തിൽ വരും സൈനിൽ വരും അപ്പോൾ സൈൻ തീറ്റ ഒമേഗ പൈ ഇത്രയേ വരുന്നുള്ളൂ ദാറ്റ് ഈസ് -1/π ബ്രാക്കറ്റ് മൈനസ് സൈൻ ഒമേഗ പൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ മൈനസ് സൈൻ ഒമേഗ പൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ ഇതാണ് വരുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി വലിയ ബുദ്ധിമുട്ടില്ലല്ലോ കാരണം 2 ഫ്രാക്ഷനേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 2ൽ കൂടുതൽ വന്നുകൊണ്ടാണ് കഴിഞ്ഞ സ്ഥലത്ത് നമ്മൾ LC എടുത്തത് ഇവിടെ LC എടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 2ലും നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് കോമൺ ആണെങ്കിൽ നമുക്കതിനെ പുറത്തേക്ക് എടുക്കാമല്ലോ ഇതുപോലെ വന്നാൽ -a മൈനസ് b എന്ന് പറഞ്ഞാൽ -a പ്ലസ് b എന്നാണ് അപ്പോൾ അതേപോലെ നമ്മൾ ചിന്തിക്കുകയെന്നുണ്ടെങ്കിൽ -1/π മൈനസ് പുറത്തേക്ക് എടുത്തു മൈനസ് ഓഫ് സൈൻ ഒമേഗ പൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ പ്ലസ് സൈൻ ഒമേഗ പൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ ഈ മൈനസും കൂടെ പ്ലസ് ആവുമല്ലോ യെസ് അപ്പോൾ 1/π ഇവിടെ ക്രോസ് ചെയ്യാം ഇതുകൊണ്ട് ഇതിനും ഓക്കെ അല്ലേ ഇങ്ങനെ ഓക്കെ അല്ലേ ബൈ അപ്പോൾ സൈൻ ഒമേഗ പൈ ഇൻറ്റു 1 മൈനസ് ഒമേഗ
പ്ലസ് ഇങ്ങനെ 1 പ്ലസ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ പൈ ഹോൾ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ. അതായത് 1 പ്ലസ് ഒമേഗ ഇൻറ്റു 1 മൈനസ് ഒമേഗ, അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള റിസൾട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈക്വൽസ് 1 ബൈ പൈ മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ വരിക മൾട്ടിപ്ലൈ ചെയ്താൽ സൈൻ ഒമേഗ പൈ ഇൻറ്റു 1 സൈൻ ഒമേഗ പൈ തന്നെയാണ് അല്ലേ, മൈനസ് സൈൻ ഒമേഗ പൈ ഇൻറ്റു ഒമേഗ. അതങ്ങനെ തന്നെ എഴുതാൻ പറ്റില്ല. അറിയാതെ നിങ്ങൾ ഒമേഗനെ ഒമേഗ കൊണ്ട് ഗുണിക്കാൻ നിൽക്കരുത്. കാരണം ഇത് സൈൻ്റെ ഉള്ളിലും ഇത് പുറത്തുമാണ്. അവർ തമ്മിലൊന്നും ചെയ്യാൻ പറ്റില്ല, മിങ്കിൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒമേഗ സൈൻ ഒമേഗ പൈ ഇത്രയേ ഉള്ളൂ. പ്ലസ് 1 ഇൻറ്റു സൈൻ ഒമേഗ പൈ രണ്ടാമത്തെ സ്ഥലത്ത് സൈൻ ഒമേഗ പൈ പ്ലസ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ പൈ. ഈ നൊട്ടേഷൻ ഒമേഗ എന്ന് വായിക്കാം കേട്ടോ ഗ്രീക്കിൽ. ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ ഇൻറ്റു 1 മൈനസ് ഒമേഗ, 1 മൈനസ് ഒമേഗ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഓക്കെ അല്ലേ, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ. ഇവിടെ അതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകുന്ന നോക്കിയേ. എന്താ ഈ ടേംസ് പരസ്പരം വെട്ടിപ്പോവും. ബാക്കി എന്താ ഉണ്ടാവുക ആസ് ബാലൻസ് 1 ബൈ പൈ സൈൻ ഒമേഗ പൈ പ്ലസ് സൈൻ ഒമേഗ പൈ 2 ടൈംസ് സൈൻ ഒമേഗ പൈ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് 2 സൈൻ ഒമേഗ പൈ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 1 മൈനസ് ഒമേഗ സ്ക്വയർ. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ബി ഓഫ് ഒമേഗ കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഫോറിയർ ഇൻ്റഗ്രലാണ്, ഫോറിയർ സൈൻ ഇൻ്റഗ്രലിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. therefore f of x is equal to integration from 0 to infinity b of omega sin omega x d omega. ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എഴുതുമ്പോൾ ഡി ഒമേഗയാണ് ഡി എക്സ് അല്ല വേണ്ടത് കേട്ടോ. ദാറ്റ് ഈസ് ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity. ബി ഓഫ് ഒമേഗയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവച്ചത്. 2 സൈൻ ഒമേഗ പൈ ഓൾ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 1 മൈനസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ കണ്ടോ. ഇനി നമ്മളെ ചോദ്യത്തിലേക്കൊന്ന് നോക്കാം. എന്താണ് ഇവിടെ കാണിക്കേണ്ടത്? ഇതാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity സൈൻ ഒമേഗ പൈ. ഇതാ ഈ സാധനം ഇവിടെ നമ്മുടെ കയ്യിൽ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇതിൻ്റെ അകത്ത് 2 ബൈ പൈ കാണുന്നില്ല. അപ്പോൾ ഈ 2 ബൈ പൈ അങ്ങോട്ട് പോകണം കണ്ടോ, വലത്തോട്ട് പോകാണ്ട്. ഇവിടെ ഒരാളുണ്ടല്ലോ എഫ് ഓഫ് എക്സ്, ആ ഭാഗത്തേക്ക് ഉണ്ടായാൽ മതി. അപ്പോൾ ഈ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. ഒന്ന് ശരിയാക്കി എടുക്കേണ്ടത് മാത്രം നോക്ക്, ശരിയല്ലേ. അപ്പോൾ നോക്കുക, ഇംപ്ലൈസ് ഈ ഇൻ്റഗ്രൽ ആദ്യം എഴുതാം. അതായത് ഇതിനകത്ത് 2 ബൈ പൈ കോൺസ്റ്റൻ്റ് ആണല്ലോ. 2 ബൈ പൈനെ നമ്മൾ പുറത്തെടുത്ത് എന്താ സംഭവിക്കുക, എന്താ അതും കൊണ്ട് എഴുതാം നമുക്ക്. 2 ബൈ പൈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് കൊണ്ടുവരാം. ബാക്കി ഇൻ്റഗ്രൽ ഫ്രം 0 to infinity സൈൻ ഒമേഗ പൈ ഡിവൈഡഡ് ബൈ, ഈ പൈ എഴുതണ്ട, 1 മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. കറക്റ്റ് അല്ലേ? നമുക്ക് ഈ ഇൻ്റഗ്രേഷനാണ് വേണ്ടത് അല്ലേ. ഈ ഇൻ്റഗ്രൽ ഈക്വൽ ടു എന്നാണ് കാണിക്കാനുള്ളത്. therefore 0 to infinity സൈൻ ഒമേഗ പൈ സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഈക്വൽ ടു 2 ബൈ പൈ ക്വസ്റ്റ്യനിലില്ല അല്ലേ. ഈ ഇൻ്റഗ്രേഷനേ ഉള്ളൂ. നമുക്ക് ഷോ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ലെഫ്റ്റ് സൈഡ് ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ സൈഡിലുള്ള 2 ബൈ പൈനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇങ്ങോട്ട് തന്നാൽ ഇവിടെ ആരാളുള്ളത്, എന്താ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്നുള്ളത് വായിക്കുക. അപ്പോൾ ഈ 2 ബൈ പൈ ഇങ്ങോട്ട് പോകുമ്പോൾ പൈ മുകളിലേക്കും 2 താഴേക്കും വരും. സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിസ്ലൊക്കേഷൻ സംഭവിക്കും. താഴെയുള്ളത് മുകളിലേക്കും മുകളിൽ താഴത്തേക്ക് വരാം അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ താഴെയുള്ള പൈ മുകളിലും മുകളിലുള്ള 2 താഴേക്കും വരും. ഇവിടെ എഫ് ഓഫ് എക്സ് ഉള്ളത് ഓക്കെ അല്ലേ. എന്താ ഇങ്ങോട്ട് വരും എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈക്വൽസ് പൈ ബൈ 2 ഇൻറ്റു വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് മീൻസ് ദ ഗിവൺ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്,
ക്വസ്റ്റ്യൻ മീൻസ് ഇവിടെ ഫംഗ്ഷൻ ഓക്കെ അല്ലേ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനാണ്. നമുക്ക് സാധാരണ ഫൊറിയർ ഇൻ്റഗ്രൽ കാണുമ്പോൾ നമ്മുടെ റെപ്രസെൻറ്റ് ഫൊറിയർ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ക്വസ്റ്റ്യനിൽ തരലാണ്. ഇവിടെ നമ്മോട് ഷോ ദാറ്റ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് തന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മളതിൽ നിന്ന് എഫ് ഓഫ് എക്സ് എടുത്താണ് പൈ ഒഴിവാക്കിയെടുത്തിട്ട് π/2 ഒഴിവാക്കിയെടുത്തിട്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എന്താ സൈൻ എക്സ് 0 to π 0 x > π ഇതവിടെ കൊടുക്കുക. എന്താ π/2 ഇൻറ്റു സൈൻ എക്സ് if 0 less than or equal to x less than or equal to π 0 if x greater than π. ഈ π/2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അത്രയേ ഉള്ളൂ പണി ഉണ്ടോ. അപ്പോൾ π/2 സൈൻ എക്സ് 0 less than or equal to x less than or equal to π 0 x greater than π. ഓക്കെ, ഇതല്ലേ നമുക്ക് കാണിക്കേണ്ടത്. നോക്കിയ ക്വസ്റ്റ്യനിൽ ഇതാ ഈ സാധനം നമുക്ക് കിട്ടി. Therefore, integral from 0 to infinity sin omega pi sin omega x by 1 minus omega square d omega equal to ഇതല്ലേ നോക്കൂ. ശരിയല്ലേ, ഇതന്നെയല്ലേ സാധനം. നമ്മൾ സൈൻ ഒമേഗ പൈ എന്നാണ് എഴുതിയിരിക്കുന്നത്. എ ബിയും ബി എയും സെയിം തന്നെയാണല്ലോ. സൈൻ ഒമേഗ പൈ സൈൻ ഒമേഗ എക്സ് ബൈ 1 എന്ന സെയിം അല്ലേ. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഇതാണ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഈ ടൈപ്പിലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ എസ്പെഷ്യലി ഷോ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഡി ഒമേഗയിൽ തരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്. അത് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലാണോ, അത് നിങ്ങൾ ഇവിടെ സൈൻ ഒമേഗ എക്സ് ആണോ കോസ് ഒമേഗ എക്സ് ആണോ നോക്കിയാൽ മതി. അത് ഏതാണോ നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾ അയാളെ കണ്ടെത്തിയിട്ട് നമ്മളിപ്പോൾ ചെയ്ത പോലെ ഈ ഒരു റീഅറേഞ്ച്മെൻറ്റോടെ പാസ്സാകും. ഈ ഒരു റീഅറേഞ്ച്മെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ എന്താവും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആൻസറോടെ വന്നോളൂ, ജനറേറ്റ് ചെയ്തോളൂ. ഓക്കെ അല്ലേ. അപ്പോൾ ഫൊറിയർ സൈൻ ഇൻ്റഗ്രലും ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലും നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിച്ചാലേ ഇത് ക്ലിയർ ആവുകയുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ആകെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചുള്ളൂ. ആദ്യം തുടങ്ങിയത് നമ്മൾ ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്നാണ് അല്ലേ. അതിൽ നിന്നാണ് പിന്നെ നമ്മൾ സൈൻ ഇൻ്റഗ്രലും കൊസൈൻ ഇൻ്റഗ്രലിലേക്കും ഡൈവേർട്ട് ചെയ്ത് പോയത്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ഇതേപോലെ ഒന്നും കൂടെ ചെയ്യാം നമുക്ക്. ഷോ ദാറ്റ് ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ഈക്വൽ ടു π/2 x 0 less than x less than 1 π/4 x equal to 1 0 if x greater than 1. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ. ആദ്യം നിങ്ങളത് ഏത് ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം എന്ന് മനസ്സിലാക്കുക. അത് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ ഒരു ഭാഗം നോക്കിയാൽ മതി കണ്ടോ, സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ എന്നാണ്. അപ്പോൾ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ വരുന്നത് ഏതിലാണ്, ഫൊറിയർ സൈൻ ഇൻ്റഗ്രലാണ്. അതേസമയം ഇവിടെ കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ ആയിരുന്നെങ്കിലോ നമ്മളത് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ക്ലിയറാണ്. സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ കണ്ടതിനാൽ ഇവിടെ നമ്മൾ പതിവ് പോലെ ആദ്യം ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു അല്ലേ, ഫൊറിയർ സൈൻ ഇൻ്റഗ്രലായിരുന്നു. ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ കണ്ടെത്തുക. അതിൻ്റെ ശേഷം ഇപ്പോൾ ചെയ്തതുപോലെ ആ റീഅറേഞ്ച്മെൻറ്റ് ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തല്ലോ, ആ ഒരു സെറ്റപ്പ് അവിടെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ടൈപ്പുകൾ ശ്രദ്ധിച്ചില്ലേ നോക്ക്. π/2 x 0 less than ഇങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ് ചെയ്ത ക്വസ്റ്റ്യനിൽ ഇത്രയേ ഉള്ളായിരുന്നതാ π/2 sin x 0 less than x less than π 0 ഇങ്ങനെ ഉള്ളായിരുന്നു അല്ലേ. ഇതിൻ്റെ ഇടയിൽ x 1 ആകുമ്പോൾ π/4 കണ്ടോ, 0 തൊട്ട് 1 വരെ π/2 x, പക്ഷേ x 1 ആകുമ്പോൾ π/4 ഇങ്ങനെ വരുമ്പോഴാണ് ഡിസ്കണ്ടിന്യൂറ്റി വരിക. നമ്മൾ ഈ ഒരു ടൈപ്പ് ഈ മൊഡ്യൂളിൻ്റെ തുടക്കത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ മതി കേട്ടോ, ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. ഐ മീൻ നമ്മൾ ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ പഠിച്ചല്ലോ, അവിടെ നമ്മൾ ഈ ഒരു ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് നമ്മൾ ഡിസ്കണ്ടിന്യൂസ് ആകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് എ മൈനസ് ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ട് എടുക്കുന്നത്, അത് ശ്രദ്ധിക്കുക. ഈ ടൈപ്പ് അഥവാ അങ്ങനെ ചോദിക്കാന്നുണ്ടെങ്കിൽ അത്രേ പണിയുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ കയറി വരിക. ഇതേപോലെ കണ്ടോ, 0 less than x less than 1 π/2 x equal to 1 കണ്ടോ, അതിനിടയിൽ x 1 ആകുമ്പോൾ വേറെ എന്ന് പറഞ്ഞ് തരൽ ആ ഒരു കേസിലാണ്. അപ്പോൾ ഇങ്ങനെ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ലാസ്റ്റ് കോമ്പൻസേറ്റ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ആസ് യൂഷ്വൽ ഇതൊരു ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബി ഓഫ് ഒമേഗയിലേക്ക് വരിക. So what is b of omega here? b of omega 2 by pi integration from 0 to infinity f of x into sin omega x dx that equals 2 by pi ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ടോട്ടൽ ആക്സസ് ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ അനുസരിച്ച് എക്സിന് ഏത് മുതൽ ഏത് വരെ പോകാൻ പറ്റുള്ളൂ, 0 തൊട്ട് 1 വരെ. അപ്പോൾ 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ π/2 x. നമ്മളൊരു കാര്യം ചെയ്യാൻ പറ്റുമല്ലോ ഇവിടെ, സോറി,
സോറി കേട്ടോ, നമ്മുടെ കാര്യം പറയാം. ഞാനിത് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയെടുക്കുന്നതാണ് കേട്ടോ. ഞാൻ ചിലപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതല്ല. ചിലപ്പോൾ ഞാനിത് റെക്കോർഡിങ് നിർത്തി വെച്ചിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റിയിൽ പ്രശ്നം വരുന്നതാണ്. ഐ മീൻ ആ ഒരു ലാഗിങ്, എന്താ പറയുക, നിർത്തുന്നത് വേറൊരു സ്ഥലത്തും പിന്നെ തുടങ്ങുന്നത് വേറെ സമയത്തുമാണ്. അതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത് കേട്ടോ. കുഴപ്പമില്ല, നിങ്ങൾക്ക് ക്ലിയർ ആയാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഇത് നമുക്ക് മനസ്സിലായല്ലോ, ഇതൊരു ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ആരവിടെ സെറ്റ് ചെയ്യണം? എഫ് ഓഫ് എക്സിനെ. എഫ് ഓഫ് എക്സ് ക്വസ്റ്റ്യനിൽ നേരിട്ട് വന്നിട്ടില്ല, പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എഫ് ഓഫ് എക്സ് നിങ്ങൾ ഊഹിച്ചെടുക്കുക അല്ലെങ്കിൽ ഗസ് അടിച്ച് ചെയ്യൊന്നും വേണ്ട, അത് ഇവിടെ തന്നെ ഉണ്ട്. കണ്ടോ, ഇതിൻ്റെ അകത്തുള്ള ഈ π/2 അല്ലെങ്കിൽ പൈ എന്ന് പറഞ്ഞ റെപ്രസെൻറ്റേഷനോട് ഒഴിവാക്കിയാൽ കിട്ടുന്നതാണ് എഫ് ഓഫ് എക്സ്. അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സ് ആദ്യം അവിടെ എഴുതണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇവിടെ എന്താ വരിക ഈ കേസിൽ? ദാറ്റ് ഈക്വൽ ടു ഈ π/2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ മതി. അപ്പോൾ എക്സ് ഏതാ റേഞ്ച്? 0 ലെസ് ദാൻ 1. ഇതെടുക്കണ്ട. ഏത്? എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ π/4 എന്ന് പറഞ്ഞാൽ അത് ആ ഡിസ്കണ്ടിന്യൂറ്റിൻ്റെ പോയിൻ്റാണ്. അതായത് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെ ഫംഗ്ഷന് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെന്നാണ് അത് എടുത്ത് പറയുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ ഈ ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ് എടുക്കണ്ട. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിത് ആ ക്വസ്റ്റ്യനിലും എനിക്ക് തോന്നുന്നത് ഈ ഒരു ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. തുടക്കത്തിൽ ഒന്ന് നോക്കുക കേട്ടോ. ഇതേപോലെ വരുന്നത് നമ്മളവിടെയും എഫ് ഓഫ് എക്സ് എടുക്കുമ്പോൾ ഈ ഭാഗം ഒഴിവാക്കിയിട്ട് എടുത്തത്, എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഡിസ്കണ്ടിന്യൂസ് ആയതിൽ നിന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിലൊന്ന് ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ നോക്കുക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുക? എക്സ് π/2 ഒഴിവാക്കിയാൽ മതി. എക്സ് 0 ലെസ് ദാൻ 1 ദെൻ 0 എക്സ് ഗ്രേറ്റർ ദാൻ 1. ഈ മിഡിലുള്ളത് വേണ്ടെന്ന് വെച്ചാൽ മതി. ഓക്കെ. ഇനി നമ്മൾ നേരെ ബി ഓഫ് ഒമേഗയിലേക്ക് പോവാം. വാട്ട് ഈസ് ബി ഓഫ് ഒമേഗ ഹിയർ? 2/π ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ് അല്ലേ. ദാറ്റ് ഈക്വൽസ് 2/π ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity എന്നുള്ളത് അതിൻ്റെ ടോട്ടൽ ആക്സസ് എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ അല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ, ഐ മീൻ എഫ് ഓഫ് എക്സിൽ എവിടെ മുതൽ ഇവിടെ വരെയാണ്? എക്സ് 0 തൊട്ട് 1 വരെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ 0 to 1 എന്ന് എഴുതിയാൽ മതി. ഇവിടെ എങ്ങനെയാണ് അതിനനുസരിച്ച് നമ്മൾ ഇൻ്റഗ്രേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം 0 to infinity വരെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് കുഴപ്പമുണ്ടായിട്ടില്ല. അവിടെ ഫംഗ്ഷൻ നമുക്ക് 0 to 1 വരെ ഉള്ളൂ. പിന്നെ നിങ്ങൾ 0 ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. 0 ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല, 0 തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ഈ ലിമിറ്റ് റെസ്ട്രിക്റ്റഡ് ആക്കി കൊണ്ടുവരാൻ കാരണം. അപ്പോൾ 0 to 1 എഴുതി. ദെൻ ബാക്കി കാര്യം എന്താണ്? വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? 0 to 1 വരുന്ന റേഞ്ചിൽ എഫ് ഓഫ് എക്സ് എക്സ് ആണ്. അവിടെ എക്സ് എഴുതി കൊടുക്കുക. കൂടെ സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ. ദാറ്റ് ഈക്വൽസ്. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പ് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? എക്സും സൈനും വന്നാൽ, എക്സും കോസും വന്നാൽ, എക്സും e⁻x ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഇൻ്റഗ്രേഷൻ ബൈ, അപ്പോൾ നമുക്ക് ഒരു എളുപ്പ വഴിയുണ്ട് അല്ലേ, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ. ലെഫ്റ്റിൽ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതും. അതെപ്പോഴും എക്സ് തന്നെ വരണം കേട്ടോ. റൈറ്റിൽ നമ്മൾ സെക്കൻഡ് ഫംഗ്ഷൻ എഴുതും. ദാറ്റ് ഈസ് സൈൻ ഒമേഗ എക്സ്. ഇനി ലെഫ്റ്റിൻ്റെ താഴെ ഡെറിവേറ്റീവ്സ്, റൈറ്റിൻ്റെ താഴെ ഇൻ്റഗ്രേഷൻ. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. എക്സിന് എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1. അപ്പോൾ എന്താ സംഭവിക്കുക? എക്സിൻ്റെത് 1, 1ൻ്റെത് 0. ഇനി റൈറ്റിൽ എഴുതുമ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽസാണ് താഴെ എഴുതേണ്ടത്. സൈനിൻ്റെ ഇൻ്റഗ്രേഷൻ നമുക്കറിയാം മൈനസ് കോസ് ആണ്. പക്ഷേ സൈൻ എക്സ് അല്ല, എ എക്സ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? -1/a കോസ് ഒമേഗ എക്സ്. ദെൻ അടുത്തതോ -1/ω, അതേപോലെ എടുക്കുക. അടുത്തത് കൊണ്ടും -1/ω, അതായത് കോസ് ഒമേഗ എക്സിൻ്റെയാണ്. കോസ് ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രേഷനാണ് വേണ്ടത്. കോസ് ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ത് വരും? -1/ω ഈ കോൺസ്റ്റൻ്റ് ആണ്. ഇനി അടുത്ത നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത് കോസ് ഒമേഗ എക്സ് ആണ്. കോസ് എക്സിൻ്റെ ഇൻ്റഗ്രേഷനിൽ മൈനസ് ഇല്ല, സൈൻ എക്സേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 1/ω നമ്മൾ ഒരു മൈനസിൻ്റെ പ്രശ്നമല്ലോ എന്ന് വിചാരിക്കും, പക്ഷേ ആൻസറിൽ വലിയൊരു വ്യത്യാസം വരും. അത് എന്നിട്ട് ഇങ്ങനെ ചരിച്ചിട്ട് ക്രോസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഇൻ്റഗ്രേഷൻ എഴുതേണ്ടത്? ദെയർഫോർ ഇതാ ഈ പോർഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇതാ ഈ ഒരു പോർഷൻ 2/π അവിടെ ഉണ്ടാവും കേട്ടോ. Therefore, integration from 0 to 1 x sin omega x sin omega x dx equal to നമ്മൾ ഈവൺ പൊസിഷൻസിലാണ് ചിഹ്നം മാറ്റേണ്ടത് കേട്ടോ. ഇത് ഫസ്റ്റ് പൊസിഷൻ, ഇത് സെക്കൻഡ്, മേ ബി തേർഡ്, 4 അങ്ങനെ വരാം. 4 വരെ മാക്സിമം വരുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ വരാറില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സെക്കൻഡ്, ഫോർത്ത് പൊസിഷൻസിലാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്.
ഓക്കെ അല്ലേ? ഫസ്റ്റിലും തേർഡിലും ഫിഫ്ത്തിലൊക്കെ ഓഡ് പൊസിഷൻസിൽ നമ്മൾ അതേപോലെ ചിഹ്നം മൾട്ടിപ്ലൈ ചെയ്താൽ ചിഹ്നം എന്താണോ കിട്ടുന്നത് അതേപോലെ എടുത്തെഴുതുക. അപ്പോൾ ഫസ്റ്റിൽ ഇത് പ്ലസ് ആണ്, എക്സിൻ്റെ ചിഹ്നം പ്ലസ് ആണ് അല്ലേ, ഇവിടുത്തെ ചിഹ്നം മൈനസ് ആണ്. പ്ലസിൻ്റെ മൈനസ് എന്താണ്? മൈനസ് ആണ്. അത് നിങ്ങൾ ആ ചിഹ്നം എഴുതുക, അത്രയേ ഉള്ളൂ. ഇത് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് കമ്പൈൻ ചെയ്താൽ മതി. എയും ബിയും ഗുണിക്കാൻ പറഞ്ഞാൽ നമ്മൾ എ ബി എന്നല്ലേ പോലെ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും അവിടെ പ്രൊഡക്റ്റ് എഴുതാനില്ലല്ലോ. ആദ്യം കോൺസ്റ്റൻ്റ് എഴുതുക ഓർഡർ അനുസരിച്ച് കേട്ടോ. ഇനി മൈനസ് എഴുതരുത്. നമ്മൾ ചിഹ്നത്തിൻ്റെ കാര്യത്തിൽ ആദ്യം തീരുമാനം എടുത്തു, ഇനി ചിഹ്നം എടുക്കണ്ട. ഓക്കെ, ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി 1/ω എന്ന് എടുത്താൽ മതി. ബാക്കിയോ എക്സ് എഴുതുക, കോസ് ഒമേഗ എക്സ്. ജസ്റ്റ് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് കൊടുത്താൽ മതി, പറഞ്ഞു ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്ഥലത്ത് 1 പ്ലസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? -1/ω എക്സ് കോസ് ഒമേഗ എക്സ് അല്ലേ. ഇനി അടുത്തത് പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ്? മൈനസ് ആണ്. ഓക്കെ അല്ലേ? പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ്? മൈനസ് ആണ്. പക്ഷേ ഈവൺ പൊസിഷൻ ആയതുകൊണ്ട് നമ്മൾ ചിഹ്നം മാറ്റണം. അപ്പോൾ ഗുണിച്ചാൽ കിട്ടുന്നത് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യുക. ഇത് മൈനസ് ആണല്ലോ ഗുണിച്ചാൽ കിട്ടുക, അപ്പോൾ പ്ലസ് എന്ന് എഴുതുക. ബാക്കി ഇവിടെ 1 ഇൻറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ 1 × x തന്നെയാണല്ലോ. അപ്പോൾ 1 കൊണ്ട് ഗുണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമോട് എഴുതി കൊടുത്താൽ മതി, വേറൊന്നും ചെയ്യണ്ട. വാട്ട് ഈസ് 1/ω ഇൻറ്റു 1/ω? 1/ω ഇൻറ്റു 1/ω എന്ത് വരും? 1/ω² വരും. കറക്റ്റ് അല്ലേ? 1/ω². ബാക്കി സൈൻ ഒമേഗ എക്സ്. എഴുതേണ്ടത് ക്ലിയർ ആയോ? ഫ്രം ലിമിറ്റ് കൊടുക്കുക 0 to 1. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. ഓഡ് പൊസിഷൻ, അതായത് 1, 3 സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചിഹ്നം അതേപോലെ ഇവിടെ എടുത്തെഴുതുക, ഗുണിക്കുക. ഈ ടേംസ് പരസ്പരം ഗുണിക്കുക വിത്ത് സൈൻ എന്താണോ അതേപോലെ. രണ്ടാമത്തെയും നാലാമത്തെയൊക്കെ സ്ഥലങ്ങളിൽ എന്താണോ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ചിഹ്നം അതിൻ്റെ ഓപ്പോസിറ്റ് വേണം ഇവിടെ അപ്ലൈ ചെയ്യാൻ. ഇത് ഓൾറെഡി മൈനസ് ആണ് വരുന്നത് ഗുണിച്ചാൽ അല്ലേ. അപ്പോൾ നമ്മൾ പ്ലസ് എന്ന് എഴുതി കൊടുത്തു, പിന്നെ ഇത് ഗുണിച്ചെഴുതുക. അപ്പോൾ 1/ω എന്ന് പറഞ്ഞാൽ 1/ω² കൂടെ സൈൻ ഒമേഗ എക്സ്, വേറെ ഒന്നുമില്ലല്ലോ. ഇനി ഇതിൻ്റെ അകത്ത് ലിമിറ്റ് കൊടുക്കുക. ആദ്യം എക്സിന് 1, പിന്നീട് എക്സിന് 0. സോ വാട്ട് ഹാപ്പൻസ്? -1/ω 1 ഇൻറ്റു കോസ് ഒമേഗ ഇൻറ്റു 1 കോസ് ഒമേഗ അല്ലേ, പ്ലസ് 1/ω² സൈൻ ഒമേഗ ഇൻറ്റു 1 ഈസ് സൈൻ ഒമേഗ, മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. പക്ഷേ ശ്രദ്ധിക്കുക, നമ്മൾ കോസ് 0 1 ആണെന്ന് അറിയാം അല്ലേ ഇവിടെ കൊടുത്താൽ. പക്ഷേ ഇവിടെ എക്സിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഭാഗിയായി. അപ്പോൾ 0 ഇൻറ്റു എനി ക്വാണ്ടിറ്റി 0 ആണ്. കോസ് 0 1 ആണ്, ശരിയാണ്. പക്ഷേ ഇവിടെ കോസ് ഒറ്റയ്ക്കല്ല, എക്സ് ഇൻറ്റു എന്നാണ്. എക്സിന് 0 കൊടുത്താൽ അവിടെ 0 ആവുമല്ലോ, അപ്പോൾ ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ സ്ഥലത്ത് സൈനാണ്. സൈനിൽ 0 വന്നാൽ അത് 0 ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ലോവർ ലിമിറ്റ് എഴുതേണ്ട ആവശ്യമില്ല, അത് 0 ആണ്. കഴിഞ്ഞു. ദാറ്റ് ഈക്വൽസ് -1/ω കോസ് ഒമേഗ പ്ലസ് 1/ω² സൈൻ ഒമേഗ. ഇതാണ് നമ്മളെ ഇൻ്റഗ്രേഷൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മളെ ജോലി ഫിനിഷ് ആയിട്ടില്ല. ദെർഫോർ നമ്മൾ ബി ഓഫ് ഒമേഗയിലേക്കാണ് പോയത് അല്ലേ. ബി ഓഫ് ഒമേഗ നമ്മൾ നിർത്തിയത് എവിടെയാണെന്നുള്ളൂ, ഇതാ 2/π ഇൻറ്റു ഇൻ്റഗ്രേഷൻ. ആ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ അപ്പോൾ നമുക്ക് കിട്ടിയത്. സോ ബി ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു വാട്ട്? 2/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇതിനെ. 2/π ഈ സാധനം മൈനസ് 1/ω കോസ് ഒമേഗ പ്ലസ് 1/ω² സൈൻ ഒമേഗ. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനിലേക്ക് കടക്കാം. ദെർഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ഫ്രം 0 to ഇൻഫിനിറ്റി ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ അല്ലേ. ദാറ്റ് ഈക്വൽസ് ഇൻ്റഗ്രേഷൻ ഫ്രം 0 to ഇൻഫിനിറ്റി 2/π ബ്രാക്കറ്റ് മൈനസ് 1/ω. ഇനി നമുക്കിങ്ങനെ വേണമെങ്കിൽ മെർജ് ചെയ്തൂടെ? മൈനസ് കോസ് ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ പ്ലസ് സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ² കൂടെ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ അല്ലേ? ദെൻ വാട്ട്? ഇതൊന്ന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ 2/π പുറത്തേക്ക് എടുക്കുക, അത്രയേ ഉള്ളൂ. 2/π പുറത്തേക്ക് എടുത്താൽ 0 to ഇൻഫിനിറ്റി മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ പ്ലസ് സൈൻ ഒമേഗ ബൈ ഒമേഗ² ഇൻറ്റു സൈൻ ഒമേഗ എക്സ്
ഇത്രയേ ഉള്ളൂ നമ്മളെ ജോലി. ഓക്കെ അല്ലേ? ഇനി ഇത് ജസ്റ്റ് ഒരു നിങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റിൻ്റെ കണ്ട പോലെ റീഅറേഞ്ച്മെൻറ്റോടെ പാസ്സാക്കുക എന്നുള്ളതാണ് നമുക്ക് എക്സ്ട്രാ വരുന്നത് അല്ലേ? ഈ 2/π അങ്ങോട്ട് കൊണ്ടുപോകുക. പക്ഷേ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഷോ ദാറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ നമ്മോട് ആവശ്യപ്പെട്ടുള്ളത് അതേപോലെ നമ്മളോട് കാണിച്ചേ പറ്റൂ. കണ്ടോ? ഇൻ്റഗ്രേഷൻ ഇങ്ങനെ വരണം. ഇപ്പോൾ നമുക്ക് വന്നത് ഇങ്ങനെയാണോ നിങ്ങൾ കൺഫേം ചെയ്യണം കേട്ടോ. ഇങ്ങനെയാണോ വന്നത് നോക്ക്. സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ എക്സ്. കിട്ടിയത് നമുക്ക് ഇങ്ങനെയാണ് അല്ലേ? നമുക്ക് കിട്ടിയ എങ്ങനെയാണ്? 0 to ∞ മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ അല്ലേ? അപ്പോൾ ഇവിടെ വരേണ്ടത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഒറ്റ ടേമായിട്ടാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ അവിടെ മീൻസ് നമ്മളൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യണം എന്നാണ്.